ഇന്ന് മഹാശിവരാത്രിയാണ്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ജാർഖണ്ഡിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ജാർഖണ്ഡിലെ ഹസാരിബാറിൽ രണ്ട് ഗ്രൂപ്പുകൾ വലിയ രീതിയിലുള്ള കലാപം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. മഹാശിവരാത്രിയോടനുബന്ധിച്ചാണ് ഹസാരിബാഗിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ സംഘർഷമുണ്ടായത്. ഇച്ചാറ്റ് ബ്ലോക്കിന് കീഴിലുള്ള ദുംറൌൺ ഗ്രാമത്തിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ അക്രമാസക്തമായിട്ടുള്ള വലിയ രീതിയിലുള്ള കലാപം നടക്കുന്നു. ഇതിനിടയിൽ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ കനത്ത കല്ലെറിയും തീവെപ്പും നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ധാരാളം ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇവരെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം ജില്ല മുഴുവൻ പോലീസ് ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പോലീസ് പറയുന്നത് ഇപ്പോൾ കലാപം നിയന്ത്രണ വിധേയമാണ് എന്നാണ്. നേരത്തെ നിയന്ത്രണാതീതമായിരുന്നു, ഇപ്പോൾ കലാപം നമുക്ക് നിയന്ത്രിക്കാനായി സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അക്രമികൾ 3 ബൈക്കുകളും 1 കാറും കത്തിച്ചു. മറ്റ് നിരവധി ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും എല്ലാം തന്നെ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥിതിഗതികൾ സംഘർഷഭരിതമാണ് എങ്കിലും ഇപ്പോൾ നിയന്ത്രണത്തിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഏത് നിമിഷം വേണമെങ്കിലും വീണ്ടും ഇതിൻ്റെ ഒരു ബാക്കി പത്രം മറ്റെവിടെയെങ്കിലും ഉണ്ടായേക്കാം എന്നുള്ള ഭയത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഗ്രാമത്തിലുടനീളവും ജില്ലയിലുടനീളവും പോലീസ് ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. അക്രമാസക്തമായ ഏറ്റുമുട്ടൽ നടന്ന പശ്ചാത്തലത്തിലാണ് ഇത്. ഈ കാലയളവിൽ നിരവധി വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുകയും തീവയ്പും ഉണ്ടായി. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ 3 പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ വലിയ ബറ്റാലിയനായിട്ട് വന്നാണ് ഈ കലാപം തടയാനുള്ള ശ്രമങ്ങൾ എല്ലാം നടത്തിയത്. എന്തായാലും ഇരുവശത്തും സ്ഥിതിഗതികൾ ഇപ്പോഴും സംഘർഷഭരിതമാണെങ്കിലും പോലീസിൻ്റെ കയ്യിൽ അത് നിയന്ത്രണത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ASP ഉൾപ്പെടെ ജില്ലാ സേന സംഭവ സ്ഥലത്ത് സന്നിഹിതരായിട്ടുണ്ട്. സ്ഥിതിഗതികൾ ശാന്തമാക്കുന്ന തിരക്കിലാണ് ഇവർ. ഇനി എന്തുകൊണ്ടാണ് ഈ കലാപം തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഇത് ഉടലെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രാമത്തിൽ ഭാരത് ചൗക്കിൽ മഹാശിവരാത്രി പതാകകൾ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോയത്. അക്രമികൾ വലിയ രീതിയിൽ പതാകകൾ വലിച്ചു കീറുകയും ഇത് വയ്ക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. കോപാകുലരായിട്ടുള്ള അക്രമികൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിന് തീയിട്ടായിരുന്നു സംഘർഷം തുടങ്ങിയത്. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സ്ഥിതി വഷളാകുന്നത് കണ്ടപ്പോഴാണ് പോലീസ് ഇതിൽ ഇടപെടുന്നത്. പോലീസിൽ വിവരം വന്നത്. പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.